ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞങ്ങളെല്ലാവരും കൂടി ക്രിസ്മസ് പരേഡ് കാണാനായിട്ട് എത്തി. പക്ഷെ എന്ത് ചെയ്യാനാ, എത്തിയപ്പോൾ ഒരു 15 മിനിറ്റ് ലേറ്റായിപ്പോയി. ക്രിസ്മസ് പരേഡും കഴിഞ്ഞു, അവർ ക്രിസ്മസ് ട്രീക്ക് ലൈറ്റും കൊടുത്തു കഴിഞ്ഞു. ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് കേൾക്കുന്നതാണ് ഫിനിഷുകാർ പങ്ക്ച്വാലിറ്റിയുടെ കാര്യത്തിൽ ഭയങ്കര കൺസേൺഡ് ആണെന്ന്. പക്ഷെ ഞാൻ ശരിക്കും അത് മനസ്സിലാക്കിയ ഒരു ദിവസമായിരുന്നു അന്ന്. ബിക്കോസ് 4 മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കറക്റ്റ് 4 മണിക്ക് തന്നെ അവർ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്നാലും ജസ്റ്റ് ഒന്ന് ചുറ്റി നടന്ന് കണ്ടു കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് കാണുന്നൊരു ദിവസം കൂടിയായിരുന്നു ആ ഒരു ക്രിസ്മസ് പരേഡിൻ്റെ ദിവസം. ഇവിടെ ഇത്രയും ആളുണ്ടെന്ന് ഞാൻ ശരിക്കും മനസ്സിലാക്കിയത് അന്ന് തന്നെയായിരുന്നു. അങ്ങനെ ഇതാണ് നമ്മുടെ താമ്പരീൻ യൗലത്തൂരി, മീൻസ് താമ്പരി ക്രിസ്മസ് മാർക്കറ്റ്. എനിക്ക് തോന്നുന്നു ഫിൻലൻഡിൽ മാത്രമല്ല ഒട്ടുമിക്ക യൂറോപ്യൻ കൺട്രീസിലും ഈ ഒരു നവംബർ ഡിസംബർ സമയമാകുമ്പോഴത്തേക്കും ക്രിസ്മസ് മാർക്കറ്റ്സ് ഓപ്പൺ ആവും. പക്ഷെ എന്ത് ചെയ്യാന്, ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്ന് പറയട്ടെ അന്നല്ലായിരുന്നു ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ഓപ്പണിങ്. ശരിക്കും ക്രിസ്മസ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് നവംബർ 28-നാണ് കേട്ടോ. എന്തായാലും അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഞങ്ങൾ വീണ്ടും വന്ന് കാണും. ബിക്കോസ് ഇവിടുത്തെ സ്പെഷ്യൽ ഡെലിക്കസീസും അതുപോലെ ഇവിടെയുള്ള ആൾക്കാരുടെ ഹാൻഡ് മെയ്ഡ് പ്രോഡക്ട്സും ഒക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഈ ഒരു ക്രിസ്മസ് മാർക്കറ്റിൽ നിന്നും. അങ്ങനെ ഞങ്ങൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് മൊത്തത്തിലൊന്ന് ചുറ്റി നടന്ന് കണ്ടു. അപ്പോൾ ബാക്കി ക്രിസ്മസ് വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.